لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. ബാബു കറാമാത്തിൽ ഔലിയാഇ വഫദ്ലിഹിം. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദുസ് സാലിഹീനിൽ പുതിയൊരു അധ്യായത്തിനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഔലിയാഇൻ്റെ കറാമത്തുകളും അവരുടെ ശ്രേഷ്ഠതകളും വിവരിക്കുന്ന അധ്യായമാണ് നമ്മൾ തുടങ്ങിവെച്ചത്. ആമുഖത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പതിവ് ശൈലി അനുസരിച്ച് നൽകിയിട്ടുള്ള ആയത്തുകളാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് യൂനുസിലെ 62, 63, 64 സൂക്തങ്ങളിലൂടെയായി ഇവ്വിഷയകമായി വന്നിട്ടുള്ള ആരാണ് ഔലിയാ എന്നും അവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നും അവർക്ക് ലഭ്യമാകുന്ന ബഹുമതികൾ ഇഹത്തിലും പരത്തിലും ഏതൊക്കെ എന്നൊക്കെ അള്ളാഹു വിവരിച്ചിട്ടുള്ള ആയത്തുകളെ സംബന്ധിച്ചായിരുന്നു. അതിൽ ഔലിയാഇനെ സംബന്ധിച്ചും കറാമത്തിനെ സംബന്ധിച്ചും അതൊന്നും നമ്മൾ നിഷേധിക്കുന്നവരല്ല എന്നും, അതേ അവസരത്തിൽ ഇന്ന് സമൂഹത്തിൽ ഔലിയ വേഷധാരികളായ ആളുകളുടെ ചില പ്രവർത്തനങ്ങളും കറാമത്തുകൾ എന്ന പേരിൽ അവർ പ്രചരിപ്പിക്കുന്ന ചില അനിസ്ലാമികവും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുമായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് സൂറത്തു മറിയമിലെ 25, 26 ആയത്തുകളാണ് അടുത്തതായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവ്വിഷയകമായി ആമുഖത്തിൽ രണ്ടാമത്തെ ആയത്തായി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിപ്രകാരമാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിതു അലൈകി റുതബൻ ജനിയാ ഫകുലി വശ്റബി വഖർരി ഐനാ. അതായത് ഇതിൽ സൂറത്ത് മറിയമിൽ വന്നിട്ടുള്ള മറിയം ബീവിയിലൂടെ പ്രകടമായ കറാമത്തുകൾ, കറാമത്തും ഔലിയാവുമൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ കറാമത്തുകളായിക്കൊണ്ട് വന്നിട്ടുള്ള ഏതാനും കാര്യങ്ങളാണ് ഇനി പറയുന്ന ആയത്തുകളിൽ വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സംഭവം ഇതാണ്. സൂറത്ത് മറിയമിലെ 25, 26 ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്ന കാര്യം. അതായത് ആ ആയത്ത് മനസ്സിലാക്കുവാൻ നമുക്ക് ഒരു ചെറു വിവരണം തുടക്കത്തിൽ നിർവഹിക്കുകയാണ്. മറിയം ബീവി എന്ന് പറയുന്ന ആ മഹദിയെ പള്ളിയിലാണല്ലോ പരിപാലനത്തിന് വേണ്ടി സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റെടുത്തത്. അങ്ങനെ ആ പ്രാർത്ഥനാ മണ്ഡപത്തിൽ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിൽ അവരുടെ അടുക്കലേക്ക് മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന സംഭവം അത് വരുന്ന ആയത്തുകളിൽ നമ്മൾക്ക് പറയാനുണ്ട്. അതിൻ്റെ മുമ്പുണ്ടായ ഒരു സംഭവമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു വിവരിച്ചിട്ടുള്ളത്. അതും കറാമത്ത് തന്നെയാണ്. അതായത് അവർ ഭർത്താവില്ലാതെ ഗർഭിണിയായി തീർന്നല്ലോ.
മഹദിയായ മറിയം ബീവി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് ആമുഖം വല്ലാതെ വിശദീകരിക്കുന്നില്ല. അങ്ങനെ അവർ പ്രസവവേദന, അവർ ഗർഭിണിയായ വേളയിൽ പ്രസവവേദന അവരെ ഒരു ഈത്തപ്പനത്തടിയിലേക്ക് എത്തിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فكلي واشربي وقري عينا. നമ്മളിപ്പോൾ നേരത്തെ കേട്ട ആയത്തിൻ്റെ മുമ്പ് നിന്ന് നമുക്ക് ആ വിഷയം പറഞ്ഞു തുടങ്ങാം. ഫഅജാഅഹൽ മഖാദു, മറിയം ബീവിയുടെ ആ പ്രസവവേദന അവരെ എത്തിച്ചു. ഇലാ ജിദ്ഇൻ നഖ്ല, ഒരു ഈത്തപ്പനത്തടിയിലേക്ക്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു ഭർത്താവില്ലാത്ത നിലക്ക്, അത്ഭുതകരമായ നിലക്കാണ് മറിയം ബീവി ഗർഭിണിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാനസികമായ സമ്മർദ്ദം കാരണത്താൽ അവരെ സംബന്ധിച്ച് ജനങ്ങൾ എന്ത് പറയുമെന്ന ഭീതിയും ബേജാറുമൊക്കെ ബീവിയെ പിടികൂടി എന്നുള്ളത് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ തീർത്തും അവർ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തേക്ക് അവർ ഗർഭിണിയായപ്പോൾ മാറി താമസിച്ച ചരിത്രമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഫഹമലത്ത് ബിഹി ഫന്തബദത്ത് ബിഹി മക്കാനൻ ഖസിയ, അങ്ങനെ ഒറ്റപ്പെട്ട വേറിട്ട ഒരു സ്ഥലത്ത് വന്നവർ താമസിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രസവവേദന തുടങ്ങി. ആ പ്രസവവേദന അവരെ എത്തിച്ചത്, ഒന്ന് ചാരിയിരുന്ന് ആശ്വസിക്കാമല്ലോ, വേദനയുമുണ്ട്, പ്രയാസവുമുണ്ട്, ക്ഷീണവുമുണ്ട്, അപ്പോൾ ഒന്ന് ചാരിയിരിക്കട്ടെ എന്ന നിലക്ക് ആ പ്രസവവേദന അവരെ എത്തിച്ചു. ഇലാ ജിദ്ഇൻ നഖ്ലത്തി, ഒരു ഈത്തപ്പനത്തടിയിലേക്ക്. അപ്പം ഈത്തപ്പന മരത്തിൻ്റെ അടുത്തേക്ക് അവർ വരികയാണ്. എന്നിട്ട് അവരവിടെ എത്തിയപ്പോൾ ചാരി ഇരുന്നിട്ട് അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഖാലത്ത്, അവർ പ്രാർത്ഥിക്കുകയാണ് അവിടെ വെച്ച്, അല്ലെങ്കിൽ അവിടെ വെച്ച് അവർ പറയുകയാണ്, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ, ഇതിൻ്റെ മുമ്പ് ഞാനങ്ങ് മരണപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാനൊന്നും മരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ജനങ്ങൾ ഇനിയിപ്പോൾ എന്താ പറയുക? അവർക്കറിയാം അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, ഭർത്താവില്ലാതെ തന്നെ അവർ ഗർഭിണിയായിരിക്കുകയാണ്. പക്ഷെ അവർക്കറിയാം അതൊരു അത്ഭുതകരമായ നിലക്കുള്ള ഗർഭധാരണമാണ്. പക്ഷെ ജനത്തിനതറിയില്ലല്ലോ. ജനങ്ങളോട് ഇനി ഞാൻ എന്ത് പറയും? വല്ലാത്തൊരു വിഷമ സാഹചര്യമല്ലേ അത്. അതുകൊണ്ട് ആ സമയത്ത് അവർ വേദനയോടെ പറയാണ്, ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ മുമ്പ് ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഞാൻ ജനങ്ങളെ ഫേസ് ചെയ്യുന്നർത്ഥം. വകുന്തു നസിയം മൻസിയാ, ഞാൻ എല്ലാവരോലും മറക്കപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ, എന്നെ സംബന്ധിച്ച് എല്ലാവരും മറന്നു കളഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവരിങ്ങനെ വിഷമം പ്രകടിപ്പിക്കുകയാണ്. ആ അവസരത്തിലുണ്ടായ അത്ഭുതമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് ഇവിടുത്തെ കറാമത്ത്. ഫനാദാഹാ മിൻ തഹ്തിഹാ, അപ്പോൾ അവരുടെ ഗർഭധാരണം കറാമത്താണ്, അമാനുഷികമായ തീർത്തും അത്ഭുതകരമായ കാര്യമാണ്. അങ്ങനെ അവർ വിശ്രമിക്കുന്ന വേളയിൽ ആ ഈത്തപ്പന മരത്തിലേക്ക് ചാരിയിരുന്ന് അവരിങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോൾ ഫനാദാഹ, അപ്പോൾ അവരെ വിളിച്ചു പറഞ്ഞു, മിൻ തഹ്തിഹ, അവരുടെ അടിഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, മിൻ തഹ്തിഹ അല്ലാ തഹ്സനീ, നീ ദുഃഖിക്കരുത്, നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് വിളിച്ചു പറയപ്പെട്ടു. അപ്പോൾ പ്രസവം നടന്നു എന്നർത്ഥം. പ്രസവം നടന്ന് ആ പ്രസവിക്കപ്പെട്ട കൈക്കുഞ്ഞ് തന്നെയാണ് വിളിച്ചു പറഞ്ഞത് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. അവരുടെ തഹ്തിൽ നിന്ന്, അവരുടെ താഴെ നിന്ന്, അവർ ചാരിയിരിക്കുമ്പോൾ അവരുടെ താഴെ നിന്ന് കുട്ടി വിളിച്ചു പറഞ്ഞു എന്നാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ളത്. വേറെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു മലക്കുകൾ വിളിച്ചു പറഞ്ഞു എന്ന്. എന്തായാലും ഇത് അത്ഭുതകരമാണ്. കുട്ടി വിളിച്ചു പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൂടുതൽ അടുത്ത വരുന്ന ആയത്തിൻ്റെ പരാമർശങ്ങളുമൊക്കെയായി കൂടുതൽ യോജിക്കുന്നത്.
എന്തായാലും അവരുടെ അടിഭാഗത്ത് നിന്ന് താഴ്ഭാഗത്ത് നിന്ന് അവരെ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറയുന്നത്? അല്ലാ തഹസനീ, താങ്കൾ നീ ദുഃഖിക്കരുത്. ഉമ്മയോട് കുഞ്ഞു മോനാണ്, പ്രസവിക്കപ്പെട്ട കുട്ടിയാണ് സംസാരിക്കുന്നത്. കാരണം തൊട്ടിലിൽ വെച്ച് ഈ കുഞ്ഞ് സംസാരിക്കുമെന്നും സംസാരിച്ചതുമൊക്കെ വരാൻ പോകുന്ന ആയത്തുകളിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിലൊരത്ഭുതമില്ല. അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൽ അത്ഭുതമില്ല. എന്നാൽ അത് ഏറെ അത്ഭുതകരമായ ഒരു കറാമത്താണല്ലോ ആ സംഭവിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഖദ് ജഅല റബ്ബുക്കി, നിന്റെ രക്ഷിതാവ് നിശ്ചയിച്ച് തന്നിരിക്കുകയാണ്, തഹ്തക്കി, നിങ്ങൾക്ക് താഴെ ഇതാ സെരിയൻ ഒരു മഹാനെയാണ് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അപ്പം അത് ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി തന്നെ പറഞ്ഞതാണ്, അതല്ല ഒരു മലക്കിൻ്റെ സംസാരമാണത് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഇനി സരിയ എന്നുള്ളതിന് ഒരു ജലാശയം, അതല്ലെങ്കിൽ വെള്ളം കുടിക്കുവാൻ ഉതകുന്ന നിലക്കുള്ള ഒരു ഉറവ് ചാല് നിനക്കടിയിലൂടെ താഴ്ഭാഗത്തുകൂടെ നിശ്ചയിച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കാം എന്ന അർത്ഥത്തിലാണ് എന്നും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ കറാമത്തുകൾ തന്നെയാണ്. മാത്രമല്ല അതോടൊപ്പം ഇനിയും നോക്കൂ നിങ്ങൾ, വഹുസ്സി ഇലൈക്കി, പിന്നെയും അവരോട് കൽപ്പനയാണ്, വഹുസ്സി ഇലൈക്കി, നിന്നിലേക്ക് നീ പിടിച്ചു കുലുക്കുക. ഹസ്സ എന്ന് പറഞ്ഞാൽ പിടിച്ചു കുലുക്കിയെന്നാണ്. വഹുസ്സി ഇലൈക്കി, നിന്റെ അടുത്ത് നിന്നിലേക്ക് നീ പിടിച്ചു കുലുക്കുക. ബിജിദ്ഇൻ നഖ്ലതി, ഈത്തപ്പനത്തടിയെ മരത്തെ നീ പിടിച്ചു കുലുക്കിക്കോ. നിന്റെ അടുത്തേക്ക് നീ അതിനെ പിടിച്ചു കുലുക്കുമ്പോൾ തുസാഖിത്ത് അലൈക്കി, നിന്റെ മേലേക്ക് അത് വർഷിച്ചു തരും, അത് ഇട്ട് തരും, അത് വീഴ്ത്തിത്തരും. റുതബൻ ജനിയാ, യാതൊരു രൂപത്തിലുള്ള പോരായ്മയുമില്ലാത്ത നല്ല ഫ്രഷായ ഈത്തപ്പഴം അത് വീഴ്ത്തിത്തരും. നോക്കൂ നിങ്ങൾ, വല്ലാത്ത കറാമത്തുകളാണ് ഈ സംഭവിക്കുന്നതൊക്കെ. പ്രസവവേദനയിൽ കഴിയുന്ന ഒരു സ്ത്രീ അവരുടെ പ്രസവത്തിൻ്റെ ആ പ്രയാസങ്ങൾ, പ്രസവ വേദനയുടെ പ്രയാസങ്ങൾ, ഇതൊക്കെയുള്ള സമയത്ത് അത്തരം ഒരു ഘട്ടത്തിൽ അവർ എങ്ങനെയാണൊരു നല്ല ആരോഗ്യമുള്ള ഒരു പുരുഷന് പോലും ഈത്തപ്പനയുടെ തടി ഒരാൾക്ക് പിടിച്ചു കുലുക്കാൻ അനങ്ങോ? ഈത്തപ്പനയുടെ മുകൾ ഭാഗത്തേക്ക് കയറിയിട്ട് കുലിക്കുക, അതിൻ്റെ പട്ടയും ഒക്കെ ചിലപ്പോൾ അനങ്ങും. അതേ അവസരത്തിൽ താഴെ നിന്ന് അതിൻ്റെ മരം പിടിച്ച് കുലുക്കിയാൽ, ഒരു കൊമ്പ് പിടിച്ച് കുലുക്കുകയല്ലല്ലോ ഇത്. ഒരു ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം നല്ല ശക്തിയാർന്ന മരമാണത്. അതൊരാൾക്ക് പിടിച്ചു കുലുക്കാൻ പറ്റുമോ? കുലുങ്ങോ? കുലുങ്ങിയിട്ടല്ലേ അതിൻ്റെ മുകളിൽ നിന്ന് പഴം താഴേക്ക് വീഴല്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹദിയായ മറിയം ബീവി എന്ന് പറയുന്ന ആ സ്ത്രീ ദുർബലയായ, അഥവാ അവർ ഈ പ്രസവത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെയുള്ള പ്രയാസങ്ങൾ അവർക്ക് വേറെയുമുണ്ട്. അതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കെ അവർ ഈത്തപ്പനയുടെ തടി പിടിച്ചു കുലുക്കുക എന്നുള്ളത് എന്തുമാത്രം പ്രയാസകരമാണ്. പക്ഷേ അവരങ്ങനെ ചെയ്യുമ്പോഴേക്ക് എന്തു ചെയ്യാണ്? അവർക്ക് നല്ല ഫ്രഷായ ഈത്തപ്പഴം അത് വീഴ്ത്തിക്കൊടുക്കുന്നു. കണ്ടോ, ഇപ്പം അങ്ങോട്ട് പറിച്ചെടുത്ത നല്ല ഫ്രഷ് ഈത്തപ്പഴമാണ് അവർക്ക് വീഴ്ത്തിക്കൊടുക്കുന്നത്. എന്നിട്ട് അവരോട് പറയപ്പെടുകയും ചെയ്തു, എന്ത്? നീ വകുലി വശ്റബി, തിന്നോളൂ, കുടിച്ചോളൂ, വഖരി ഐന, കൺകുളിർമയുള്ള സന്തോഷവതിയായി ഇരിക്കൂ എന്നിങ്ങനെ അവരോട് കൽപ്പിക്കുകയാണ്. അവർ കേൾക്കുകയാണ്. ഇതൊക്കെ തികച്ചും അത്ഭുതകരമായ കാര്യമാണ്. കറാമത്താണ് ഈ നടന്നിട്ടുള്ളത്. ഇത് ഒരു സാധാരണ സംഭവമല്ല, ഒരു സാധാരണ ഒരു സ്ത്രീയിലൂടെ സംഭവിക്കുന്ന കാര്യമല്ല. അപ്പം എല്ലാം അതിൽ അത്ഭുതകരമാണ്. അപ്പം ഇത് ഒരു കറാമത്താണ്. മറിയം ബീവിയുടെ ഗർഭധാരണവും ഗർഭധാരണത്തിൻ്റെ ശേഷം അവരനുഭവിച്ച ഈ വിധത്തിലുള്ള ഈ കാര്യങ്ങൾ കേൾക്കലും അവരങ്ങനെ പ്രവർത്തിക്കലും അവർക്ക് നല്ല ഫ്രഷായ പഴം അവിടെ കിട്ടലും, അതുപോലെ തന്നെ താഴ്ഭാഗത്തുകൂടെ ഇനി മറ്റൊരു തഫ്സീർ അനുസരിച്ച് ഉറവ് ചാല് ഒഴുകലും വെള്ളം കുടിക്കലും അവർക്ക് ആശ്വാസമേഖലമൊക്കെ അവരെ ആദരിച്ചുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള, അള്ളാഹു പ്രകടിപ്പിച്ചിട്ടുള്ള അമാനുഷികമായ കാര്യങ്ങളാണ്. ഇതൊരു കറാമത്തുകളാണ്. ഇതൊക്കെ കറാമത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇതിലൊന്നും യാതൊരു സംശയവും ഒരാൾക്കും ഉണ്ടാവേണ്ടതില്ല. അങ്ങനെ സംശയിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാനും കഴിയൂല. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി, കറാമത്തുകൾ എന്ന് പറയുന്നത് സംഭവിക്കുന്ന കാര്യമാണ്.
ആ കറാമത്തുകൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യവുമാണത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പം ഇവിടെ കറാമത്തുണ്ടാകുമോ എന്നുള്ളതല്ല തർക്കം. നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പലപ്പോഴും വഴിപിഴപ്പിക്കുന്നത് എങ്ങനെയാണ്? മുഴ്സത്തും കറാമത്തും എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പം ഈ കറാമത്ത്, ഇപ്പോൾ ഉദാഹരണം ഇപ്പം ഇവിടെ പറഞ്ഞ കേസിൽ മറിയം ബീവിക്ക് അള്ളാഹു കൊടുത്തതാണത് എന്നാണ്. അപ്പം അള്ളാഹുവാണ് വിട്ടുകൊടുക്കുകയാണ്. അപ്പം അത് അവരുടെ കഴിവാണ് എന്നാ. അത് കൊടുത്താൽ പിന്നെ അത് അവരുടെ കഴിവായാലോ. പിന്നെ അവർക്ക് ഇഷ്ടം പോലെ ആ കറാമത്തുകളൊക്കെ ഇങ്ങനെ കാണിക്കാൻ പറ്റും. അത് ജീവിതകാലത്ത് മാത്രമല്ല, അവരുടെ മരണശേഷവും അവർക്കത് പ്രകടിപ്പിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് അവരോടിങ്ങനെ വിളിച്ച് തേടാം, സഹായം തേടാം. നിങ്ങൾക്ക് നൽകപ്പെട്ട കറാമത്തിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ സ്വന്തം കഴിവിൽ നിന്നല്ല. അള്ളാഹു അവർക്കൊക്കെ കൊടുത്ത കറാമത്തിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളെ സഹായിക്കാൻ എന്നതാണ് നാട്ടിൽ നമ്മുടെ മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. എൻ്റെ ശ്രോതാക്കൾ ഇത് വേർതിരിച്ച് കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ സലഫികൾ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും സ്ഥിരപ്പെട്ട കറാമത്തുകളെ അല്ല എതിർക്കുന്നത്. നാം എതിർക്കുന്നത് ഈ കറാമത്തുകൾ സംഭവിച്ചു എന്നുള്ളത് സത്യമാണ്. ആ കറാമത്തുകളുടെ പേരിൽ ആരിലൂടെയാണോ കറാമത്ത് പ്രകടമായതെങ്കിൽ അവരുടെ ജീവിതകാലത്തും അവരുടെ മരണശേഷമൊക്കെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അവരോട് വിളിച്ച് സഹായം തേടുക. ഈ വിധത്തിൽ ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണത്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇപ്പോൾ ഉദാഹരണം നോക്കൂ. മറിയം ബീവിക്കുണ്ടായ കറാമത്തുകൾ എന്തൊക്കെയാണ്? ഗർഭധാരണം കറാമത്തിലൂടെയാണ്. ഇങ്ങനെ ഇനി ഒരു സ്ത്രീക്ക് ഗർഭം ധരിച്ചില്ലെങ്കിൽ അവർ മറിയം ബീവിയെ എനിക്ക് ഗർഭം ധരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? എനിക്ക് ഗർഭധാരണം നടന്നിട്ടില്ല ഇതുവരെ, ഒരു കുഞ്ഞിനെ തരണേ എന്ന് മറിയം ബീവിയോട് തേടാൻ പാടുണ്ടോ? അങ്ങനെ പറ്റും എന്നുള്ളതല്ലേ ഇവിടെ സമൂഹത്തിൽ ഇവർ പഠിപ്പിക്കുന്നത്? അതൊക്കെ അവർക്ക് കിട്ടിയ കറാമത്താണ്, അവർക്കാണ് വിട്ടുകൊടുത്ത കറാമത്താണ്. അതുകൊണ്ട് അതൊക്കെ ഇനിയും ആർക്കും വിളിച്ച് അവരോട് സഹായം തേടാം. ഇനി അതല്ലെങ്കിൽ ഒരു പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി, അയാൾക്കൊരു മരത്തിൽ നിന്ന് കായകൾ കിട്ടണം. അപ്പോൾ ഇതാ മറിയം ബീവി, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളിലൂടെ കാണിച്ചൊരു കറാമത്തല്ലേ, ശക്തമായ ഈത്തപ്പനയെ പിടിച്ചു കുലുക്കി അവിടെ ആ സമയത്തില്ലാത്ത നല്ല ഫ്രഷ് ഈത്തപ്പഴം വീഴ്ത്തി തന്നില്ലേ, അതുകൊണ്ട് ബീവിയോട് സഹായം ചോദിക്കാൻ ഗർഭിണികളൊക്കെ അതല്ലെങ്കിൽ അല്ലാത്തവരൊക്കെ ഞങ്ങൾക്കിപ്പോൾ പഴമില്ല, ഈ മരത്തുമ്മ കുറച്ച് ഈത്തപ്പഴം ഉണ്ടാക്കിയാണ് തരണേ, അല്ലെങ്കിൽ ഈ മരത്തുമ്മ കുറച്ച് കനികൾ ഇവിടെ നിറച്ച് തരണമേ എന്ന് പറയുക. മറിയം ബീവിയോട് അങ്ങനെ തേടാൻ പാടുണ്ടോ? അങ്ങനെ തേടാൻ പാടില്ല. തേടിയാൽ ശിർക്കുമാണ്. ഇതാണ് നമ്മൾ ഇവിടെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതേപോലെ മറ്റൊരു തഫ്സീർ അനുസരിച്ച് അവരുടെ അടിഭാഗത്തുകൂടി പെട്ടെന്നൊരു ഉറവ് ചാൽ ഒഴുകുകയാണ്. ഇപ്പോൾ വെള്ളമില്ലാത്ത ഒരാൾ, മറിയം ബീവി നിങ്ങളുടെ അടിഭാഗത്തുകൂടെ താഴ്ഭാഗത്തുകൂടെ ഒരു വെള്ളം ഒഴുകിയില്ലേ, ഒരു നദി ഒഴുകിയില്ലേ, നിങ്ങൾ എനിക്കും ഒരു നദിയെ ഒഴുക്കി തരണമേ, അല്ലെങ്കിൽ എനിക്ക് കുടിക്കാനുള്ള വെള്ളം തരണേ, കുളിക്കാനുള്ള വെള്ളം തരണേ എന്നിങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് സഹായം തേടാൻ പാടുണ്ടോ? ഫ്രഷായ പഴം തരണേ, ഇതൊന്നും പറയാൻ പാടില്ല. അപ്പം അതൊക്കെ അവർക്കത് സംഭവിച്ചു. അത് അവരിലൂടെ അള്ളാഹു നിശ്ചയിച്ച കാര്യം അവിടെ സംഭവിച്ചു. ആ കുട്ടി സംസാരിച്ചു, അതും ഒരു അത്ഭുതകരമായ കാര്യമാണ്. കുഞ്ഞായിരിക്കെ, ശിശുവായിരിക്കെയാണ് ആ കുട്ടിയുടെ സംസാരം. വീണ്ടും ഖുർആൻ അത് പറയുന്നുണ്ട്. ആ കൈക്കുഞ്ഞ് സംസാരിച്ചതും ഞാൻ അള്ളാഹിൻ്റെ അടിമയാണെന്നും എൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുമൊക്കെ. ഈസാ അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച കറാമത്ത്, അത്ഭുതകരമായ ആ കാര്യം, അതും തുടർന്നുകൊണ്ട് ഖുർആൻ പറയുന്നുമുണ്ട്. അപ്പം ഇതൊക്കെ വിശുദ്ധ ഖുർആനിലും സ്ഥിരപ്പെട്ട കറാമത്തുകളാണ്. ഇനി നോക്കൂ നിങ്ങൾ, മൂന്നാമത്തൊരു കാര്യം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അടുത്ത ആയത്തിൽ പറയുന്നത് അതും മറിയം ബീവിയുടെ സംഭവം തന്നെയാണ്. മറിയം ബീവി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഉമ്മ അവർ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനെ പള്ളിയിലെ പരിപാലനത്തിന് വേണ്ടി ഞാൻ നേർച്ചയാക്കുകയാണ്. പക്ഷേ പ്രസവിച്ചു നോക്കുമ്പോൾ പെൺകുട്ടിയാണ്. ഉമ്മ വല്ലാതെ വിഷമിച്ചു. പെൺകുട്ടിയല്ലേ, പെൺകുട്ടീനെപ്പം എങ്ങനെയാണ് ഞാൻ അങ്ങനെ അവിടേക്ക് നേർച്ചയാക്കുക എന്നൊക്കെ അവർ ആലോചിച്ചു. പക്ഷേ അങ്ങനെ അവരാ നേർച്ചക്കടം വീട്ടി. കുഞ്ഞിനെ പരിപാലനത്തിന് വേണ്ടി സക്കരിയ അലൈഹിസ്സലാമിനാണ് നറുക്കെടുപ്പിലൂടെ സംരക്ഷണ ചുമതല കിട്ടിയത്. അങ്ങനെ മറിയം ബീവി ബൈത്തുൽ മുഖദ്ദസിൽ വളരുകയാണ്. അവരുടെ പ്രാർത്ഥനാ മണ്ഡപത്തിൽ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ഇബാദത്തുകൾക്ക് വേണ്ടിയുമൊക്കെ അവർ ചെലവഴിച്ചിരുന്ന ആ പ്രാർത്ഥനാ മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ
സംരക്ഷണ ചുമതലയുള്ള സക്കരിയ അലൈഹിസ്സലാം ഇടക്കിടക്ക് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് കടന്നു ചെല്ലും. അങ്ങനെ കടന്നു ചെന്നപ്പോഴുണ്ടായ കാഴ്ചയാണ് സൂറത്ത് ആൽ ഇമ്രാൻ അഥവാ ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ സൂറത്ത് ആൽ ഇമ്രാനിലെ 37-ാമത്തെ ആയത്തിൽ പറയുന്നു, അവിടെ നടന്ന ഒരു കറാമത്ത്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മർയമു അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കുല്ലമാ ദഖല അലൈഹാ, അവരുടെ സമീപത്തേക്ക് പ്രവേശിക്കുമ്പോഴെല്ലാം ആര് സക്കരിയ അലൈഹിസ്സലാം അൽ മെഹ്റാബ പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ വജദ ഇൻദഹാ റിസ്ഖാ, അതാണ് കറാമത്തായി കാണുന്നത്. വജദ, അദ്ദേഹം കാണുന്നു, ഇൻദഹാ മറിയമിന്റെ അടുക്കൽ റിസ്ഖാ, ഭക്ഷണം കാണുന്നു. ആരും അവിടെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ ആളില്ല. ഇപ്പോൾ സമൃദ്ധമായ ഭക്ഷണമുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്, പലതുമുണ്ട്. അന്നവിടെ ലഭ്യമാകാത്ത ഭക്ഷണങ്ങളൊക്കെ ബീവിയുടെ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ്. അത് അത്ഭുതം തന്നെയല്ലേ? സംരക്ഷണ ചുമതലയുള്ള സക്കരിയ അലൈഹിസ്സലാമിന് പോലും അറിയില്ല ഇത് എവിടുന്നാ വന്നത്, കിട്ടിയതെന്ന്. അവർ ചോദിച്ചു. ഖാല, സക്കരിയ ചോദിച്ചു മറിയം ബീവിയോട്, യാ മറിയമു, ഓ മറിയമേ, അന്നാ ലകി ഹാദാ, ഇത് എവിടുന്നാണ് നിനക്ക് കിട്ടിയത്? ഖാലത്ത്, ആ മഹദി മറുപടി പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതേതെങ്കിലും വ്യക്തി കൊണ്ടുവന്ന് തന്നതാണെന്ന് അല്ല അവർ പറയുന്നത്. അവർ പറയുന്ന മറുപടി ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാന്റെ അടുക്കൽ നിന്നുള്ളതാണ്. തികച്ചും അത്ഭുതകരമായ നിലക്ക് അവരുടെ മുമ്പിൽ ആവശ്യമായ ഫ്രൂട്ട്സും ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ സമയാസമയത്ത് എത്തുക. എന്നിട്ടവർ പറയാണ്, ഇന്നല്ലാഹ യർസുഖു, തീർച്ചയായും അള്ളാഹു കൊടുക്കുന്നു, മയ്യശാഉ, അവനുദ്ദേശിക്കുന്നവർക്ക്, ബിഗൈരി ഹിസാബ്, കണക്കല്ലാതെ കൊടുക്കുന്നവനാണ്, ഉപജീവനം നൽകുന്നവനാണ് എന്ന് മഹദി അതിനോട് ചേർത്ത് പറയുകയും ചെയ്തു. ഇവിടെ എന്താ കറാമത്ത് നോക്കൂ നിങ്ങൾ. ഈ രൂപത്തിലുള്ള ഭക്ഷണം കാണുകയാണ്. എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ ആരാ കൊണ്ടുവന്നതെന്ന് പറയുന്നത് ആരാ? ഏതെങ്കിലും മനുഷ്യന്മാരെ പേരാണോ? അല്ല, ഇത് അല്ലാഹ് തന്നതാണ്. അതന്നെ കറാമത്ത്. അപ്പോൾ മറിയം ബീവിയിലൂടെ പ്രകടമായൊരു കറാമത്താണ്. അവർക്ക് മുമ്പിൽ ഇങ്ങനെ ഭക്ഷണം വരിക. ഇതാരാ കാണുന്നത്? സക്കരിയ അലൈഹിസ്സലാം കാണാൻ. ഇങ്ങനൊരു കറാമത്ത് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞതല്ലേ? അതെ. അത് സത്യമാണോ? 100 വട്ടം സത്യമാണ്. അതിനെ ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരുടെ വാദപ്രകാരം ഇതിപ്പോൾ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾക്ക് അള്ളാഹ് വിട്ടുകൊടുക്കുന്ന കഴിവാണെന്നാണ്. അപ്പം ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വരിക എന്നുള്ളത് അവർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമുക്കും എന്ത് ചെയ്യാം? അവർക്ക് അള്ളാഹു ഇങ്ങനെ കൊടുത്ത കാര്യമല്ലേ, അതുകൊണ്ട് നമുക്ക് അവരോട് ഈ കാര്യത്തിനൊക്കെ വേണ്ടി സഹായം തേടാം എന്നാണ് നാട്ടിലെ മുസ്ലിയാക്കന്മാർ പറയുന്നത്. അപ്പോൾ അവരുടെ വാദമനുസരിച്ച് എന്താണ്? സക്കരിയ ഈ കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഇന്നും ആളുകൾക്ക് എന്ത് ചെയ്യാമെന്നാണ് അവരുടെ വാദപ്രകാരം വരിക? ഭക്ഷണമില്ല, വിശന്നിട്ടിരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? മറിയം ബീവിയെ എനിക്ക് ഭക്ഷണം തരണേ, മറിയം ബീവിയെ എനിക്ക് വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം തരണേ. കാരണം ആരാരുമില്ലാതെ, ആരും കൊണ്ടുവന്ന് തരാതെ അള്ളാഹു നിങ്ങൾക്ക് നേരിട്ട് ഭക്ഷണം തന്ന കറാമത്തുണ്ടായ ആളല്ലേ, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരണേ എന്ന് ആർക്കെങ്കിലും മഹദിയെ വിളിച്ച് തേടാൻ ഈ കറാമത്ത് തെളിവാണോ? ആണെന്ന മട്ടിലാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ, സമസ്തക്കാർ പ്രചരിപ്പിക്കുന്നത്. അത് തെറ്റാണ്. കറാമത്തുകളുണ്ട്, പക്ഷെ ആ കറാമത്തിൽ നിന്ന് അവരോട് ചോദിക്കാൻ പാടില്ല. ആ കറാമത്തുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവരെ വിളിച്ച് തേടാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, അത് നേർക്ക് നേരെ കണ്ടല്ല ആളാണ് ആര്? സക്കരിയ അലൈഹിസ്സലാം. നമ്മൾക്കതിപ്പോൾ ഖുർആനിൽ നിന്നത് കണ്ടിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ടല്ലേ ഉള്ളൂ. ഇതിന് നേർക്ക് നേരെ ദൃക്സാക്ഷിയാണ് സക്കരിയ അലൈഹിസ്സലാം. ആ സക്കരിയ അലൈഹിസ്സലാം ആവട്ടെ, ഇത് കണ്ട വേളയിൽ അദ്ദേഹം വർഷങ്ങളോളമായി മനസ്സിൽ ഒരാഗ്രഹം കൊണ്ട് നടന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അതെന്താ? സക്കരിയ അലൈഹിസ്സലാമിനും അതുപോലെ തന്നെ ഭാര്യയും വൃദ്ധ ദമ്പതികളാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹം നിമിത്തം അവർ പ്രാർത്ഥിച്ച് കാലം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടുവടക്കുന്ന സക്കരിയ നബിയാണ് കണ്ണിൻ്റെ മുമ്പിൽ ഈ കറാമത്ത് കാണുന്നത്. എന്ത്? ഈ രൂപത്തിലുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളൊന്നും ഇല്ലാതെ തന്നെ
പെട്ടെന്നത് കൊണ്ടുവന്നു കൊടുക്കാൻ ആളില്ലാതെ പെട്ടെന്നിതാ ഇങ്ങനെ ഇവർക്ക് ഭക്ഷണം കൊടുത്ത റബ്ബ്, ആ റബ്ബ് വലിയ അത്ഭുതമല്ലേ ഈ മറിയം ബീവിയിലൂടെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരവിടെ വെച്ച് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പറയും പോലെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ മറിയം ബീവിയോട് സക്കരിയ അലൈഹിസ്സലാം ചോദിക്കണം, ബീവി എനിക്കൊരു കുട്ടിനെ തരണേ, ഒരു കുഞ്ഞിനെ തരണേ. കാരണം എന്താണ്? ഇവിടെ ഭക്ഷണമില്ലാത്ത കാലത്ത് ഭക്ഷണം അവിടെ കിട്ടിയ കറാമത്തുള്ള ആളല്ലേ. അപ്പൊ കുഞ്ഞിനെ ഉണ്ടാകാത്ത ഒരാൾക്ക് കുഞ്ഞിനെയും കൊടുത്തൂടെ? മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ തേടിയോ? തേടിയില്ലെന്ന് മാത്രമല്ല, അത് കണ്ടപ്പോൾ സക്കരിയ അലൈഹിസ്സലാം ചിന്തിച്ചതെന്താണ്? ഇത് മറിയം ബീവിയുടെ കഴിവല്ല, മറിയം ബീവിയിലൂടെ ഈ അത്ഭുതം പ്രകടിപ്പിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിന് അവൻ ഉദ്ദേശിക്കുന്നത് എന്തും ചെയ്യാൻ കഴിവുണ്ട് എന്ന വിശ്വാസം ഇത് കണ്ടപ്പോൾ സക്കരിയ അലൈഹിസ്സലാമിന് വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ആ അവസരത്തിൽ അവിടെ വെച്ച് ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, അവിടെ വെച്ച് സക്കരിയ തൻ്റെ റബ്ബിനെ വിളിച്ച് സഹായം തേടി. റബ്ബിനോട് പ്രാർത്ഥിക്കണത്, റബ്ബേ നീ എനിക്കൊരു സന്താനത്തെ തരണേ, നിന്റെ പക്കൽ നിന്ന് നീ എനിക്കൊരു സന്താനത്തെ തരണേ എന്ന് മഹാനായ സക്കരിയ അലൈഹിസ്സലാം അവിടെ വെച്ച് ദുആ ചെയ്യുകയുണ്ടായി എന്നാണ് ഖുർആൻ പറയുന്നത്. അതാണ് ശരി, അതാണ് ഇസ്ലാം. കറാമത്തുകൾ അള്ളാഹു ആരിലൂടെ പ്രകടമാക്കിയോ അവരോടല്ല ചോദിക്കേണ്ടത്, അവരെ വിളിച്ചിട്ടല്ല സഹായം തേടേണ്ടത്. അത് അവരുടെ കഴിവല്ല, മറിച്ച് അത് നൽകുന്ന അള്ളാഹുവിനോടാണ് സഹായം തേടുന്നത്. റബ്ബേ നീ എനിക്കൊരു സന്താനത്തെ തരണേ എന്ന്. നമ്മൾ കാര്യം സാവകാശം മനസ്സിലാക്കണം. അപ്പം ഇത് മറ്റൊരു കറാമത്താണ് ഖുർആനിൽ പറഞ്ഞ. ഇനി നമുക്ക് പരിചിതമായ സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിലതാ കുറേ കറാമത്തുകളുടെ ശൃംഖല തന്നെ പറയുന്നു. ഒക്കെ അൽ കഹ്ഫിലെ ഗുഹാവാസികളുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ ഉറക്കം തന്നെയും കറാമത്താണ്. ആരാണ് 309 കൊല്ലം ഒരു ഗുഹയിൽ ഇങ്ങനെ മരിക്കാതെ ഉറങ്ങിക്കിടക്കുക? ആ അത്ഭുതകരമായ ഉറക്ക് അവിടെ നടന്നു, അതൊരു കറാമത്താണ്. അതേപോലെ തന്നെ ആ ഗുഹയിലേക്ക് സൂര്യൻ്റെ പ്രകാശം ചെന്നിട്ട് വെയിൽ കൊണ്ട് അവിടെ കിടക്കുന്ന ആളുകളുടെ ശരീരത്തിന് പൊള്ളലേൽക്കാനോ അതല്ലെങ്കിൽ ചൂടേറ്റുകൊണ്ട് ഏതെങ്കിലും നിലക്കുള്ള പ്രയാസമുണ്ടാകുവാനോ ഇടവരാത്ത വിധത്തിൽ ആ ഗുഹയുടെ കിടപ്പ് തന്നെയും ഒരത്ഭുതകരമാണ്. സൂര്യൻ ഉദിച്ചാലും സൂര്യൻ അസ്തമിക്കുന്ന വേളയിലുമൊക്കെ അങ്ങോട്ട് അവർക്ക് ചൂടേൽക്കുന്ന വിധത്തിൽ ദോഷകരമായി സൂര്യപ്രകാശം അങ്ങോട്ട് ചെല്ലുന്നില്ല. അതും ഒരത്ഭുതകരമായ കാര്യമാണ്. 309 കൊല്ലം ഉറങ്ങിക്കിടന്നതിൻ്റെ ശേഷം അവരെഴുന്നേറ്റ് നോക്കുമ്പോൾ എത്ര കാലമാണ് നമ്മൾ ഇവിടെ ജീവിച്ചത് എന്ന് പരസ്പരം അവർ പറയുമ്പോൾ ഒരിക്കലും ഒരുപാട് കാലമായി എന്നവർക്ക് തോന്നുന്ന അടയാളങ്ങളൊന്നും അവിടെയില്ല. സാധാരണഗതിയിൽ അവരുടെ നഖം ഒരുപാട് നീണ്ടിരിക്കും, മുടി ഒരുപാട് നീണ്ടിരിക്കും. 2-3 നൂറ്റാണ്ടാണ് ഉറങ്ങിക്കിടന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒന്നും അടയാളങ്ങൾ അവരുടെ ബോഡിയിലില്ല, അവർക്ക് തോന്നുന്നുമില്ല. അവർ പറയുന്നത് ഒരു ദിവസം നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ഒരു ദിവസത്തിൽ താഴെ ഏതാനും മണിക്കൂറുകളാണ് ഉറങ്ങിയിട്ടുണ്ടാവുക എന്നാണ് അവർ പറയുന്നത്. തികച്ചും അത്ഭുതം, ഒക്കെ കറാമത്ത്. അവർ ഭക്ഷണപാനീയത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നത് 309 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന രാജാവിൻ്റെ കാലത്തുള്ള നാണയത്തൊട്ടുകളാണ്, കറൻസിയാണ്. നോക്കൂ നിങ്ങൾ, എല്ലാം അത്ഭുതമാണ്. അങ്ങനെയുള്ള അത്ഭുതകരമായ ഗുഹാവാസികളുടെ സംഭവത്തിൽ ഒരുപാട് കറാമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ പ്രകടമാക്കിയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കറാമത്തുകളാണ്. ആ കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരതാ ഉറങ്ങിക്കിടക്കുകയാണ്. അവർ ഉറങ്ങിക്കിടക്കും. 309 കൊല്ലം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉറങ്ങിക്കിടന്നാൽ കണ്ടോ, അവരെ അള്ളാഹു ഇങ്ങനെ ഇടയ്ക്കെടുത്ത് തിരിച്ചും മറിച്ചും കിടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ആർക്കും അതിൻ്റെ അകത്തേക്കാണ് കയറാൻ തോന്നൂല. കാരണം കണ്ടാൽ തന്നെ പേടിച്ചു പോകുന്ന രൂപത്തിൽ ഗുഹാമുഖത്ത് ഒരു വലിയ നായയും ഇങ്ങനെ കാവലായിട്ട് ഇരിപ്പുണ്ട് എന്നൊക്കെ ഖുർആൻ പറയുന്നു. എല്ലാം കറാമത്തിൻ്റെ സംഭവങ്ങൾ, എല്ലാം കറാമത്തുകൾ. ആ വിധത്തിലുള്ള ഒരുപാട് കറാമത്തുകൾ നടന്നിട്ടുള്ള സൂറത്തുൽ കഹ്ഫിലെ ആ സംഭവവും നിങ്ങൾ നോക്കൂ. അതും വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന ആ വിശ്വാസികളിലൂടെ പ്രകടമായ കറാമത്തുകളാണ്. അവർ എപ്രകാരമുള്ള മുഅ്മിനീങ്ങളായിരുന്നു, അവർ ഔലിയായിരുന്നു. കാരണം റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഒരു നാട്ടിൽ നിന്ന് ആ പാതകം ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല,
ഞങ്ങൾ സ്രഷ്ടാവായ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം കാരണത്താൽ അവിടം വിട്ട് പോകേണ്ടി വന്ന് യാത്രക്കിടയിൽ അവർ ഗുഹയിലേക്ക് അഭയം തേടി അവിടെ അവർ വിശ്രമിക്കാൻ കിടന്നവർ ഇങ്ങനെ ഉറങ്ങിയതാണ്. ആലോചിച്ചു നോക്കണം, ഒരു രാജാവിൻ്റെ ആ രാജ്യം ഭരിക്കുന്ന നാട്ടിൽ ശിർക്കിനെ നിർബന്ധിച്ചിരുന്ന ഒരു നാട്ടിൽ ആ ശിർക്ക് ചെയ്യാൻ ഞങ്ങളെ കിട്ടൂല എന്നും പറഞ്ഞ് സമ്പന്നരായ ഒരുപാട് മുതലാളിമാരായ ആളുകളുടെ മക്കളായിരുന്നു ഇവര്. അവർക്ക് വേണമെങ്കിൽ അവരുടെ കുടുംബത്തിൽ നല്ല കൊട്ടാര സമാനമായ വീടുകളിൽ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് ആഹാരം കഴിച്ച് ഉടയാടകൾ അണിഞ്ഞ് ആർഭാടപൂർവം അവർക്ക് ജീവിച്ച് ദുന്യാവിൽ അങ്ങനെ കഴിയാമായിരുന്നു. പക്ഷേ അവരെല്ലാം ത്യജിച്ചു, എല്ലാം ഒഴിവാക്കി താമസിക്കുന്ന വീട് വിട്ട് ഇറങ്ങി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ അവിടുന്ന് പോവുകയാണ്. ഞങ്ങൾ ഒരിക്കലും റബ്ബിന് പുറമെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്നവർ പ്രഖ്യാപിക്കുകയാണ്. ഇത് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദി ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു അത് പറയുന്നുണ്ട്. അവർ പ്രഖ്യാപിച്ചവരാണ്, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബാണ്, ആ റബ്ബേ ഞങ്ങൾക്കുള്ളൂ, അതുകൊണ്ട് അവനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനല്ലാതെ ഒരാളോടും ഞങ്ങൾ പ്രാർത്ഥിക്കൂല. അങ്ങനെ എങ്ങാനും ഞങ്ങൾ പ്രാർത്ഥിച്ചു പോയാൽ ഞങ്ങൾ കടുത്ത അക്രമവും ധിക്കാരവുമാവും ചെയ്യുന്നത്, അത് ഞങ്ങളെ കിട്ടൂല എന്നും പറഞ്ഞ് ആ രാജ്യം വിട്ട് പോയവരാണ് മഹാന്മാരായ ഈ ഔലിയാക്കളാണ് അൽ കഹ്ഫിൻ്റെ ആളുകൾ. ആ അൽ കഹ്ഫിൻ്റെ ആളുകളിലൂടെ റബ്ബ് പ്രകടമാക്കിയ അത്ഭുതകരമായ കാര്യങ്ങളാണ് ഖുർആൻ ആ വിശദമായി തന്നെ സൂറത്തുൽ കഹ്ഫിൽ അവരുടെ സംഭവം പറയുന്നിടത്ത് വിവരിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ഖുർആനിൽ പറഞ്ഞ മറ്റൊരു കറാമത്തുകളുടെ വിവരണമാണ് അൽ കഹ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെവിടെ ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ അതിനെ തള്ളണം എന്ന് പറയുന്നുണ്ടോ? ആരും അത് പറയുന്നില്ല. അതേ അവസരത്തിൽ അങ്ങനെ അവർക്ക് ഉറക്ക് കിട്ടാത്ത ആളുകൾക്ക് ഉറക്ക് കൊടുക്കാൻ അവർക്ക് കഴിയുമോ? അവർ 100-300 കൊല്ലം നീണ്ട ഉറക്കുറങ്ങിയാരല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഉറക്ക് വരുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. ഇപ്പോൾ അയാൾ മാസങ്ങളോളമായി അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ അയാൾ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുന്ന സമയത്ത് അയാൾ അതിന് പ്രതിവിധിയായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അൽ കഹ്ഫിലെ ഔലിയാക്കളേ, നിങ്ങൾക്ക് അല്ലാഹു 300 കൊല്ലം ഉറങ്ങാനുള്ള കഴിവ് തന്നില്ലേ, അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ഔലിയാക്കളെ, എനിക്ക് ഉറക്കം തരണേ, ഉറങ്ങാനുള്ള കഴിവ് തരണേ, എനിക്കിനി ശാന്തമായി ഉറങ്ങാൻ പറ്റണേ എന്നിങ്ങനെ അവരെ വിളിച്ച് തേടാൻ പാടുണ്ടോ? അവിടെയാണ് തർക്കം. അത് പാടില്ല. ഇതാണ് നമ്മൾ കൃത്യമായി സമൂഹത്തോട് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാണ്. അതല്ലാതെ കറാമത്തില്ല എന്നല്ല, ഔലിയാ ഇല്ല എന്നുമല്ല. ഔലിയാക്കൾ ഉണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. അവരിലൂടെ ഇതേപോലെ കറാമത്തുകളും പ്രകടമാകും. ഇനിയും വേറെയും കറാമത്തുകൾ പ്രകടമായത് നമുക്ക് ഹദീസിലൂടെ ഇനി വരാനുമുണ്ട്. ഇതിപ്പോൾ ഖുർആനിൽ വന്നിട്ടുള്ള കറാമത്തിൻ്റെ സാമ്പിളുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അതൊക്കെ തന്നെയും അവരുടെ കഴിവല്ല. ആരിലൂടെയാണോ ഈ അത്ഭുതങ്ങൾ പ്രകടമാകുന്നത് അത് അവരുടെ കഴിവല്ല, അത് അള്ളാഹു നേരിട്ട് ചെയ്യുന്ന കാര്യമാണ് അവരിലൂടെ. അത് അവരുദ്ദേശിക്കുന്ന സമയത്ത് ഇങ്ങനെ എപ്പോഴും അവർക്ക് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റാവുന്നൊരു കഴിവല്ല, മനസ്സിലാക്കണം. അങ്ങനെ ഒരു കഴിവാണെന്നും ആ കഴിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരാൾക്കൊരു സാധനം അല്ല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കതിങ്ങനെ ഇഷ്ടം പോലെ ഉപയോഗിച്ചുകൂടെ, യഥേഷ്ടം ഉപയോഗിച്ചുകൂടെ? പിന്നെ അയാൾക്ക് കിട്ടിയില്ലേ? അല്ല കൊടുത്തു എന്നല്ലേ ഉള്ളൂ. അപ്പൊ കൊടുത്താൽ പിന്നെ അത് കിട്ടിയില്ലേ, പിന്നെ അവരതായില്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നും ചോദിക്കാമെന്നാണ് ഇന്നും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമൂഹത്തോട്. അപ്പം ഇവരുടെ വാദമനുസരിച്ചപ്പോൾ ഉറക്കില്ലാത്തൊരു വ്യക്തിക്ക് അൽ കഹ്ഫിലെ ഔലിയാക്കളെ വിളിച്ചുകൊണ്ട് ഉറക്കം തരണേ എന്ന് പ്രാർത്ഥിക്കാം, ഒരു തെറ്റുമില്ല. കാരണം അവരുടെ വിശ്വാസപ്രകാരം ഇവർക്ക് ഇങ്ങനെ ഉറങ്ങാനുള്ള കഴിവല്ല കൊടുത്തതാണ്. അപ്പം ഇനി അവർക്കത് മറ്റുള്ളവർക്കും വിതരണം ചെയ്യാൻ പറ്റും. ഈ വിധത്തിലാണ് ഇവർ ഏത് കറാമത്തുകളെയും നോക്കിക്കാണുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കറാമത്തുകളെ ഈ വിധത്തിൽ ദുർവ്യാഖ്യാനിച്ച് അവയൊക്കെ ഇവർ കറാമത്തുകൾ സമൂഹത്തിൽ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഈ മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്തിനാ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ന്യായങ്ങളായിട്ടാണ്. അതിനു വേണ്ടിയാണ് ഇതൊക്കെ സ്ഥാപിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറേ ഇല്ലാത്തതും പറയേണ്ടി വരും. അങ്ങനെ കുറേ വ്യാജ ഔലിയാക്കന്മാരെ അവർ സൃഷ്ടിച്ചു.
മാനസിക രോഗികളെ ഔലിയാക്കളാക്കി. അവർക്ക് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, അവർ വലിയ ദർജയിലാണ് എന്നായി. കാരണം അവർക്ക് മാനസികമായി പ്രത്യേകമായ അവസ്ഥകളാണ് എന്നായി. അതുകൊണ്ട് തന്നെ അവരിലൂടെ കറാമത്തുകൾ, ഇനി എന്ത് വഷളത്തരങ്ങൾ ഉണ്ടായാലും ഒക്കെ കറാമത്തുകളായിട്ട് ഇവർ പാടി പറയാൻ തുടങ്ങി. അവർ പിന്നെ നമസ്കരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് അവർ പാടി പറയാൻ തുടങ്ങി. അവരെക്കുറിച്ച് എഴുതാൻ തുടങ്ങി, അവരെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ആ വിധത്തിൽ അവർ നമസ്കരിക്കുന്നത് കണ്ടില്ലെങ്കിലും നമ്മൾ അവരെ പഴി പറയാൻ പാടില്ല, എതിർക്കാൻ പാടില്ല. കാരണം അവർക്ക് ധാരാളം തടികളാണ്. നമ്മൾ കാണുന്ന ഒരു തടി ഇവിടെ നമസ്കരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആക്ഷേപിക്കരുത്, നോമ്പെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആക്ഷേപിക്കരുത്. അവരുടെ മറ്റു തടികളും ശരീരങ്ങളുമൊക്കെ വിശുദ്ധ ഭൂമികളിൽ ഇബാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നേരവും 5 നേരത്തെ നിസ്കാരത്തിനും വേണ്ടി അവർ മക്കയിലേക്ക് പോകുന്നവരുണ്ട്, മദീനയിലേക്ക് പോകുന്നവരുണ്ട്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നവരുണ്ട് എന്നൊക്കെ അവർ എഴുതിവിടാൻ തുടങ്ങി. ഇതൊക്കെ അനിസ്ലാമികമായ വാദങ്ങളാണ്. ഇസ്ലാമും അവരുടെ ആ പ്രചരണങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തിരിച്ചറിയണം. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് എന്ന നിലക്കാണ് കാര്യങ്ങൾ സൂക്ഷ്മമായി നമ്മൾ പറഞ്ഞു തരുന്നത്. ഔലിയാക്കളുണ്ടോ? ഉണ്ട്. അവരിലൂടെ കറാമത്തുകൾ പ്രകടമാകുമോ? പ്രകടമാകും. ഇനി ഒരു വലിയലൂടെ കറാമത്തൊന്നും പ്രകടമായില്ല എന്ന് വിചാരിക്കുക, എന്നാൽ അയാൾ ഔലിയ അല്ലാതാകുമോ? അതും വേണം മനസ്സിലാക്കുക. ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ ഒരാളുടെ ഒരു കറാമത്തും പ്രകടമായില്ല, എന്നാൽ അയാൾ ഔലിയ അല്ല എന്നുണ്ടോ? അള്ളാഹുവിൻ്റെ വലിയകളിലൂടെ കറാമത്ത് പ്രകടമാകൽ നിർബന്ധമൊന്നുമില്ല. അത് ആവശ്യമുണ്ടെങ്കിലേ റബ്ബ് പ്രകടമാക്കുള്ളൂ. ചില വലിയകളിലൂടെ ഒന്നും പ്രകടമാവൂല, ഒരത്ഭുതവും പ്രകടമാവൂല. കാരണം ചില വലിയകൾക്ക് എന്തെങ്കിലും കറാമത്ത് അവർക്ക് അള്ളാഹു അവരിലൂടെ പ്രകടിപ്പിച്ചാലാകും ആ വലിയന് ഈമാൻ കൂടുക. അപ്പം ചിലപ്പോൾ അവരിലൂടെ അങ്ങനെ പ്രകടിപ്പിച്ചേക്കും. ചിലരിലൂടെ ഒന്നും പ്രകടിപ്പിക്കൂല. കാരണം എന്താ? അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, അത്രയും അവരുടെ ഈമാൻ സുദൃഢമായിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാ വലിയകളിലൂടെയും കറാമത്ത് ഉണ്ടായാലേ പറ്റൂ എന്നൊന്നും നിയമല്ല. വലിയകൾ ലോകത്തുണ്ട്, അവരിലൂടെ കറാമത്തുകൾ സംഭവിക്കാതിരിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. വലിയകൾക്ക് കറാമത്തുണ്ടായി എന്നതിൻ്റെ പേരിൽ പിൽക്കാലത്ത് അവരെ വിളിച്ച് സഹായം തേടരുത്. അവരെ വിളിച്ച് സഹായം തേടിയിട്ട് കാര്യമില്ല. ഒന്ന്, അവരത് കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാൻ അവർക്കതിന് കഴിയൂല. കാരണം അങ്ങനെ ഒരു കഴിവ് അവർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഇസ്ലാമികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രാഥമിക പാഠങ്ങളാണ്. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അൽ കഹ്ഫിലെ ആ സംഭവത്തെക്കുറിച്ചുള്ള വചനമാണ് പിന്നീട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവായി കൊടുത്തത്. അത് അവിടെ ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അവിടെ ഏതാനും ആയത്തുകൾ അദ്ദേഹം നൽകി. വഇദ ഇഅ്തസൽതുമൂഹും വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ ഫഅവൂ ഇലൽ കഹ്ഫി യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖാ. അതായത് അതിൽ പറയുന്നത് എന്താ? അവരാ നാട്ടുകാരെ വെടിഞ്ഞു, ഒഴിവാക്കി. വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ അവരാരാധിക്കുന്ന മറ്റെല്ലാ വസ്തുക്കളെയും അവരൊഴിവാക്കി. അവർ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ആളുകളായി മാറിയ ചെറുപ്പക്കാർ. അതുകൊണ്ട് അവരോട് കൽപ്പനയുണ്ടായി, ഫഅ്വൂ ഇലൽ കഹ്ഫി, നിങ്ങൾ ഗുഹയിലേക്ക് പ്രവേശിച്ചോളൂ. യൻശുർ ലക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കവൻ നൽകും, ചൊരിഞ്ഞു തരും, മിൻ റഹ്മത്തിഹി, അവൻ്റെ കാരുണ്യത്തിൽ നിന്ന്, വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖാ, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ റബ്ബ് അവിടെ തരും എന്നൊക്കെ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ ഗുഹയിൽ കയറിയതാണ്. ഉത്തര ശംസ, ഈ സൂര്യൻ്റെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, സൂര്യപ്രകാശം, ഇതാ ത്വലഅത് തസാവറു അൻ കഹ്ഫിഹിം ദാത്തൽ യമീനി, അവരുടെ വലതുവശത്തിൻ്റെ ഗുഹാഭാഗത്തിൻ്റെ വലതുവശത്തുകൂടെ സൂര്യൻ്റെ പ്രകാശം അങ്ങ് തെറ്റി മാറിപ്പോവുകയാണ്. ഉള്ളിലേക്ക് കിടന്ന് അവർക്ക് വിഷമുണ്ടാക്കുന്ന ചൂടില്ല. വൈദാ ഗറബത്ത്, അതേപോലെ തന്നെ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും തഖിറുഹും ദാത്ത ശിമാലി, അതും തന്നെ അവരുടെ ഇടഭാഗത്തുകൂടെ അങ്ങോട്ട് തെന്നി മാറി അങ്ങോട്ട് മുറിച്ച് കടന്നു പോവുകയാണ്. വഹും, അവരാകട്ടെ ഫീ ഫജ്വത്തിൻ മിൻഹു, ആ ഗുഹയിൽ ഒരു വിശാലമായ ഇടത്തുമാണുള്ളത്. കണ്ടോ, നോക്കൂ നിങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും അവർക്ക് അല്ലാഹു ആ ഗുഹയിൽ സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ ആ കറാമത്തുകൾ അവരിലൂടെയാണ് പ്രകടമായത്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള കറാമത്തുകളൊക്കെ സംഭവിക്കാം. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മുടെ ക്ലാസ് മുതൽ ഹദീസുകളിലൂടെ വന്നിട്ടുള്ള ഏതാനും കറാമത്തുകളുടെ ചില സാമ്പിളുകളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇവയെ സംബന്ധിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന്
കഴിഞ്ഞ ക്ലാസ്സിലൂടെയും ഇപ്പം ഇന്നത്തെ ഈ വിവരണങ്ങളിലൂടെയും എൻ്റെ മാന്യ ശ്രോതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി ഗ്രഹിക്കുവാനും അത് വിശ്വസിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.